2019 പ്രളയകാലത്ത് തകർന്ന മുണ്ടേരി പാലം 5 വർഷം കഴിഞ്ഞിട്ടും പുനഃസ്ഥാപിക്കാനായില്ല. ഇതോടെ 4 ഊരുകളിലെ 500ഓളം വരുന്ന കുടുംബങ്ങളിലെ ആദിവാസി വിഭാഗത്തിൽപ്പെടുന്ന മനുഷ്യർക്ക് പുറം ലോകവുമായുള്ള ബന്ധം പൂർണ്ണമായും മുറിഞ്ഞ അവസ്ഥയാണ്. സ്വന്തം കെട്ടിയുണ്ടാക്കിയ ചങ്ങാടങ്ങളിൽ അക്കരെ ഇക്കരെ കടക്കാറുണ്ടായിരുന്നെങ്കിലും മഴക്കാലമായതോടെ അതിനും കഴിയുന്നില്ല. വല്ലപ്പോഴും വരുന്ന ഫയർഫോഴ്സിന്റെ ഡിങ്കി ബോട്ടുകൾ മാത്രമാണ് ഇവരുടെ ഏക ആശ്രയം. നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പിനിടയിൽ ഈ മനുഷ്യരുടെ കഥയും പ്രേക്ഷകർ അറിയണം. മുണ്ടേരി വനത്തിലെ 4 ആദിവാസി ഊരുകളിലെ 500-ലേറെ കുടുംബങ്ങളിലെ മനുഷ്യരാണ് ഇങ്ങനെ മഴ നനഞ്ഞ് കാത്തിരിക്കുന്നത്. വല്ലപ്പോഴും മാത്രം വരുന്ന ഫയർഫോഴ്സിന്റെ ഡിങ്കി ബോട്ടിനായുള്ള കാത്തിരിപ്പാണിത്. കുത്തിയൊഴുകുന്ന ചാലിയാറിനെ മുറിച്ചു കടക്കാൻ തങ്ങൾ താൽക്കാലികമായി നിർമ്മിക്കുന്ന ചങ്ങാടം മതിയാകാതെ വരുമ്പോഴാണ് വല്ലപ്പോഴും വരുന്ന ഫയർഫോഴ്സ് ഡിങ്കി ബോട്ടുകളെ ഇവർക്ക് ആശ്രയിക്കേണ്ടി വരുന്നത്. ഇരുട്ടുകുത്തി, വാണിയമ്പുഴ, തരിപ്പപ്പൊട്ടി, കുമ്പളപ്പാറ ഊരുകളിലെ മനുഷ്യരാണിവർ. താമസിക്കുന്ന കൊടുംകാട് വിട്ട് ഒന്ന് പുറം ലോകത്തെത്താനാണ് ഈ കാത്തിരിപ്പ്. അവശ്യ വസ്തുക്കൾ വാങ്ങാൻ, ആശുപത്രിയിലോ സ്കൂളിലോ പോകാൻ, അങ്ങനെ പിന്നെയും എന്തിനൊക്കെയോ വേണ്ടിയുള്ള കാത്തിരിപ്പ്. റേസകടയുടെ മുണ്ടേരിയാണ്. നമ്മളെ റേസകടി വാങ്ങണമെങ്കിൽ അത് നമ്മൾ സങ്കടത്തിൽ കടന്നു പോവാം. നല്ല ഒഴുക്കല്ലേ? നല്ല ഒഴുക്കാണ്. അല്ലാതെ വലിയ ഒഴുക്കായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സങ്കടത്തിലും പോകാൻ പറ്റില്ല. ഒഴുക്കൊക്കെയാണ്, പറഞ്ഞിട്ട് കാര്യമല്ലല്ലോ. ഞങ്ങളെല്ലാവരും കൂടി തുഴഞ്ഞെങ്കിൽ അക്കരെ കയറാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഞങ്ങൾക്ക് സാധനം വേണ്ട, അരിയും സാധനമൊക്കെ കിട്ടണമെങ്കിൽ അക്കരെ കയറണം. 1-2 മണിക്കൂർ കാത്തിരുന്നാൽ പോരാ. ചിലപ്പോൾ ദിവസങ്ങളോളം മഴ നനഞ്ഞ് ഇങ്ങനെ മണ്ണിൽ കുനിഞ്ഞിരിക്കേണ്ടി വരും. ഇപ്പോൾ ചില കുട്ടികൾക്ക് പനിയും സോമയൊക്കെയാണ്. അതിപ്പോൾ അക്കരയ്ക്ക് പോകാൻ ബുദ്ധിമുട്ടാണ്. അത് പോയിട്ടുമില്ല, അങ്ങനെ നിൽക്കുക. കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞിട്ട് അവിടെ ഇരിക്കണത്. ഇങ്ങനെ പനിയാണ്. കുറേ ദിവസമായി. മരുന്ന് ഇവിടെ ഉള്ളത് കൊടുത്തു, അതുകൊണ്ട് കുറച്ച് കുറവുണ്ട്. പാലല്ലാത്തതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അക്കരയ്ക്ക് പോകാനൊന്നും പറ്റൂല. എന്ത് അസുഖം വന്നു കഴിഞ്ഞാലും പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ ദുരിത ജീവിതം പകർത്താൻ പുഴക്കിക്കരെ ഞങ്ങൾക്കുമേറെ കാത്തിരിക്കേണ്ടി വന്നു. ആദ്യ ദിവസം പുഴക്കിക്കരെ ഞങ്ങളും അക്കരെ അവരും കാത്തിരുന്നെങ്കിലും കൊണ്ടുപോവാൻ ആരും വന്നില്ല. ചാലിയാർ മാത്രം ഇതൊന്നും കാണാതെ കുതിച്ചൊഴുകി. 2ാമത്തെ ദിവസം പട്ടികജാതി വകുപ്പ് മഴക്കാലത്ത് സൗജന്യമായി നൽകുന്ന ഭക്ഷ്യവസ്തുക്കളുമായി ഉദ്യോഗസ്ഥരെത്തി. ഇതക്കരെ കടത്താൻ ഫയർഫോഴ്സിന്റെ ഡിങ്കി ബോട്ടും. പ്രതീക്ഷയോടെ കാത്തിരുന്ന മനുഷ്യരുടെ കണ്ണുകളിലെ കുഞ്ഞുതിളക്കം. ഇവര് വിളിക്കും, എന്നും വിളിക്കലാണ്. മെമ്പറെ ഇതില്ല എന്ന് പറയുമ്പോൾ നമ്മൾ സാധനങ്ങൾ ഇവരെ വിളിക്കും. ഇവരെ സാധനങ്ങൾ എത്തിച്ചു കൊടുക്കുകയാണ് ചെയ്യല്. ഒരു ചങ്ങാടത്തിലൊക്കെ അപകടകരമായ യാത്ര ചെയ്യണത് തന്നെയാണ്. ചങ്ങാട് ഒലിച്ചു പോയിട്ടുണ്ട്. എത്രയോ പ്രാവശ്യം ചങ്ങാട് ഒലിച്ചു പോയിട്ടുണ്ട്. ആദിവാസി ജനവിഭാഗങ്ങൾ മാത്രം താമസിക്കുന്ന പ്രദേശങ്ങളിലെ വികസനം ലക്ഷ്യമാക്കിയുള്ള പൈലറ്റ് പദ്ധതിയിലെ സംസ്ഥാനത്തെ ആദ്യ പാലമായി മുണ്ടേരി പാലം സർക്കാർ നിർമ്മിച്ചു തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ പണി പൂർത്തിയാവാൻ മാസങ്ങളെടുക്കും. നിലമ്പൂരിൽ വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിന്റെ അലയൊലികൾ ഉയരുകയാണ്. ചെറുതല്ലാത്ത ഈ വോട്ട് ബാങ്ക് തേടി എല്ലാ മുന്നണികളുടെയും സ്ഥാനാർത്ഥികൾ എത്തിയേക്കും. അക്കരെ കടക്കാനാകാതെ ഇക്കരെ നിന്ന് വോട്ട് ചോദിച്ച് മടങ്ങിയേക്കും. വീഡിയോ ജേർണലിസ്റ്റ് മിജേഷ് അമ്പാടിക്കൊപ്പം റിപ്പോർട്ടർ സാനിയോ, ഇൻ റിപ്പോർട്ടർ, നിലമ്പൂർ.